ശബരിമലയിൽ 2 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് നേരിയ ശമനം. പുല്ലുമേട് വഴിയുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചതൊഴിച്ചാൽ മഴയെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ADGP എസ് ശ്രീജിത്ത് പറഞ്ഞു. തൃക്കാർത്തിക ദിവസമായി ഇന്ന് സന്നിധാനം ദീപപ്രഭയിൽ മുങ്ങിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, വിവരങ്ങൾ എന്താണ്? പൊതുവേ തിരക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം മുഴുവനായി നോക്കുന്നു? റിജിത്ത്, മുഴുവനായി നോക്കിയാൽ ഇന്ന് ഇതുവരെ ഏകദേശം 65,400-ലധികം ആളുകളാണ്, ഭക്തരാണ് സന്നിധാനത്തേക്ക് മല ചവിട്ടി എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്. മഴയുടേതായ കുറവ് ഏകദേശം ഉച്ചവരെ നിലനിന്നിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മഴ മാറിയ ഒരു സാഹചര്യമുണ്ട്. പമ്പയിൽ നിന്ന് കൂടുതൽ ഭക്തർ മല കയറി എത്തിത്തുടങ്ങി. എന്തായാലും ഇപ്പോൾ സാധാരണഗതിയിൽ തീർത്ഥാടനം മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഭക്തർ എത്തിത്തുടങ്ങുന്നുണ്ട്. പഴയ രീതിയിൽ മഴയ്ക്ക് മുന്നേ ഉള്ള ദിവസത്തേതുപോലെ തന്നെ ആളുകൾ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് സന്നിധാനം മാറിയിട്ടുണ്ട്. ഇന്നലെയും ഇന്ന് ഉച്ചവരെയുമാണ് സന്നിധാനത്ത് ഈ മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. 64.7 എന്നുള്ള വലിയ കണക്കിലേക്ക്, മില്ലിമീറ്റർ എന്നുള്ള കണക്കിലേക്ക് ആ മഴയുടെ അളവ് മാറിയിരുന്നു. ഇന്ന് നേരിയ തോതിലൊരു മണ്ണിടിച്ചിലൊക്കെ സ്വാമിയപ്പൻ റോഡിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. അതിൽ അപകടമൊന്നുമില്ല എന്നുള്ളതാണ് ആശ്വാസകരം. ഒപ്പം ഇന്ന് തൃക്കാർത്തിക ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതുകൂടിയാണ്. സന്നിധാനം ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൊളുത്തി 6:15 തെളിയിച്ച ദീപങ്ങളാണ്. അതിനുശേഷം ഒരു മഴയുണ്ടായി. ദീപങ്ങളൊക്കെ ആ ഒരു സമയത്ത് അണഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മഴയുടെ പശ്ചാത്തലത്തിൽ മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് ദീപങ്ങൾ മാത്രമാണ് ഇത്തവണ തെളിച്ചത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ സുഗമമായി തന്നെ ഭക്തർക്ക് ദർശനം നടത്താനാകുന്നുണ്ട്. മഴ കനത്ത സാഹചര്യത്തിൽ പുല്ലുമേട് വഴിയുള്ള ഭക്തരുടെ പ്രവേശനം ഇന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ADGP എസ് ശ്രീജിത്ത് ഇന്ന് സന്നിധാനത്ത് പൂർണ്ണമായുമുണ്ട്. നിലവിൽ മഴയുടെയൊക്കെ സാഹചര്യത്തിൽ പോലീസിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് ചേർന്നിരുന്നു. ഭക്തരെ സുഗമമായി ദർശനം നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ കൂടി ADGP സന്നിധാനത്ത് നേരിട്ട് നിന്നുകൊണ്ടുള്ള നിയന്ത്രണമായിരിക്കും ഭക്തരുടെ കാര്യത്തിൽ നടത്തുക. റിജിത്ത്, സന്നിധാനത്ത് നിന്ന് അശ്വിൻ പാലാഴി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.